നമസ്കാരം, വിക്ടർ ന്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മത്സരിക്കാത്തതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ 17,500 വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ വീണത്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടാണെന്ന് ബി.ജെ.പി നേതൃത്വം സ്വീകരിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു. പട തുടങ്ങും മുമ്പേ പടനായകൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നതെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് വഴി പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്ത വന്നതിന് ശേഷം പ്രതികരണവുമായി PV അൻവർ എത്തിയിരിക്കുകയാണ്. മത്സരിക്കുമോ എന്ന് പറയാൻ സമയമാകുന്നതേയുള്ളൂ എന്നാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. നിലമ്പൂർ കോൺഗ്രസിന്റെ സീറ്റാണ്, അവർ പറയട്ടെ എന്നാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കേണ്ടത്. മുൻപ് നിന്നതും സ്വന്തം കാലിൽ തന്നെയാണ്, ഇപ്പോഴും സ്വന്തം കാലിൽ തന്നെയാണ് നിൽക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അൻവർ മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് നേതാവ് K സുധാകരൻ. അൻവർ UDFന്റെ ഭാഗമാകും. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. അൻവറുമായി തനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്. ആ ബന്ധം കൂടി ഉപയോഗിച്ച് സ്നേഹബന്ധമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുമെന്നും K സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. PV അൻവറിന്റെ അതൃപ്തി UDF ഉന്നത നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അൻവർ പിണറായി സത്തിനെതിരായ പടയോട്ടത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. മൂന്നാം മൂഴമെന്ന പിണറായിയുടെ സ്വപ്നത്തിന് തിരിച്ചടി നൽകാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്. UDF പ്രചാരണത്തിൽ അൻവർ സജീവമായി ഉണ്ടാകണമെന്നും VS ജോയ് അഭിപ്രായപ്പെട്ടു. പ്രിയതാരം കലാഭവൻ മണിക്കായി സ്മാരകമുയരുന്നു. ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 2017 മണിയുടെ ഓർമ്മയ്ക്കായി സ്മാരകം പണിയുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്. വൈകിയാണെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ചാലക്കുടിയിലെ നാട്ടുകാർ. കലാഭവൻ മണിയുടെ പേരിൽ ജന്മനാട്ടിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ തറക്കല്ലിടൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 3 കോടി രൂപ ചിലവിൽ നഗരസഭാ ജംഗ്ഷനിൽ വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ 35 സെന്റ് ഭൂമിയിലാണ് 6500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സ്മാരകം നിർമ്മിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫോക്ലോർ അക്കാദമിയാണ് സ്മാരകം നിർമ്മാണത്തിന് നേതൃത്വം നൽകുക. അറബിക്കടലിൽ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. ലൈബീരിയൻ ചരക്കു കപ്പലായ MSC എൽസ 3 കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യമാണ് പുരോഗമിക്കുന്നത്. ആദ്യം വ്യാപിച്ച 2 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മാത്രം എണ്ണപ്പാട ഒതുക്കി നിർത്താനും തീരത്തേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം കടൽ പ്രക്ഷുബ്ധമാകുകയും കാഴ്ച പരിധി കുറഞ്ഞതായും തീരസേനയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുന്നുണ്ട്. സിനിമാ താരം ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്ത കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ്. ഉണ്ണി മുകുന്ദന്റെ മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉണ്ണി മർദ്ദിച്ചു എന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു മാനേജർ പോലീസിൽ പരാതി നൽകിയത്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി വിപിൻ കുമാറാണ് പരാതിക്കാരൻ. ഏറെക്കാലമായി ഉണ്ണി മുകുന്ദന്റെ മാനേജറായി പ്രവർത്തിച്ചു വരികയായിരുന്നു വിപിൻ. ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിനെ തുടർന്നാണ് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. കഴിഞ്ഞ ആഴ്ച 335 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരാഴ്ച പിന്നിട്ടപ്പോൾ കേസുകൾ 430-ലെത്തി. 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയുമുള്ളത്. 2 പുരുഷന്മാരാണ് തിരുവനന്തപുരത്ത് ഒരാഴ്ചക്കിടെ മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലുള്ളവരാണ് മരണപ്പെട്ടത്. മരിക്കുമ്പോൾ ഇരുവരുടെയും പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വക്കത്തൂര് കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അനിൽകുമാർ, ഭാര്യ ഷീജ, മക്കളായ അശ്വിൻ, ആകാശ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വക്കം ഫാമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് അനിൽകുമാർ. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വെളിവിളാകം ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിൽ രാവിലെ 9 മണിയോടെ അയൽക്കാരാണ് ഇവരെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ കടയ്ക്കാവൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കടബാധ്യത മൂലം കുടുംബം ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനവും. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്.
തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്.